ഹൈദരാബാദ് ചോയ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഉണ്ടാക്കി കാണിക്കാൻ പോകുന്നത് നല്ലൊരു സ്വീറ്റ് റെസിപ്പിയാണ്. ഈ വരുന്ന ദിവാലിക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു സ്വീറ്റ് റെസിപ്പിയാണിത്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഒരുപാട് സമയമൊന്നും ആവശ്യമില്ല. എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു റെസിപ്പിയാണിത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഒരു തവ നമ്മൾ ഗ്യാസിലേക്ക് വെച്ച് കൊടുത്തു. അതിലേക്ക് നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യൊന്ന് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് 1 കപ്പ് കോക്കനട്ട് പൗഡർ ചേർത്ത് കൊടുക്കാം. നമുക്ക് കടകളിൽ വാങ്ങിക്കാൻ കിട്ടുന്നതാണ് ഈ കോക്കനട്ട് പൗഡർ. അത് 1 കപ്പ് ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് ഇളക്കി ഇട്ട് കൊടുക്കാം. ഇതൊന്ന് ചൂടായി വരണം. കുറച്ച് സമയം ഇളക്കി കൊടുക്കുക. ഇതൊന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കാം. നമ്മളിപ്പോൾ ഇവിടെ ബദാമും കാഷ്നട്ടുമാണ് എടുത്തിരിക്കുന്നത്. അത് രണ്ടും നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഡ്രൈ ഫ്രൂട്ട് ചേർത്ത് കൊടുത്ത് വീണ്ടും നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. ഇതൊരുപാട് സമയമൊന്നും ആവശ്യമില്ല. വളരെ പെട്ടെന്ന് തന്നെ ഇത് ചൂടായി കിട്ടും. നമ്മൾ പച്ച തേങ്ങ ഇട്ട് ഡ്രൈ ആക്കുന്നത് പോലെ ഒത്തിരി സമയം ഇളക്കേണ്ട ആവശ്യമില്ല. പെട്ടെന്ന് തന്നെ ആവും. നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാവുന്നതാണ്. ഇനിയും വേണ്ടത് നമുക്ക് 2 ഗ്ലാസ് പാലാണ്. അതൊരു വേറൊരു തവയിലേക്ക് വെച്ച് കൊടുത്തു. അത് നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം. ചൂടായി വരട്ടെ. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഏലക്ക പൊടിച്ച് ചേർത്ത് കൊടുക്കാം. ഏലക്ക പൊടിച്ച് ചേർത്ത് വീണ്ടും നല്ലതുപോലെ ഇളക്കിയിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമുള്ളത് 1 ടേബിൾ സ്പൂൺ കസ്റ്റേർഡ് പൗഡറാണ്. 1 ടേബിൾ സ്പൂൺ കസ്റ്റേർഡ് പൗഡർ കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. വീണ്ടും നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. നല്ല രീതിയിൽ തന്നെ ഇളക്കി യോജിപ്പിക്കണം. കട്ട ഒട്ടും കാണരുത്. ഇനി നമുക്ക് ആവശ്യമുള്ളത് 1/2 കപ്പ് മിൽക്ക് പൗഡറാണ്. 1/2 കപ്പ് മിൽക്ക് പൗഡർ കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. മിൽക്ക് പൗഡർ ചേർത്ത് വീണ്ടും നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കണം. ഇതിൻ്റെ കട്ടയെല്ലാം ഉടഞ്ഞ് നന്നായിട്ട് അലിഞ്ഞ് കിട്ടണം. നല്ലതുപോലെ ഇളക്കിയിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യമുള്ളത് പഞ്ചസാരയാണ്. 1/2 കപ്പ് പഞ്ചസാര കൂടെ ചേർത്ത് കൊടുത്തു. പഞ്ചസാര ചേർത്ത് വീണ്ടും നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കാം. കൈവിടാതെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. ഇനി നമ്മൾ നേരത്തെ ചൂടാക്കി വെച്ച നമ്മുടെ കോക്കനട്ട് പൗഡർ കൊണ്ട് നമുക്കിതിലേക്ക് കുറേശ്ശെ ചേർത്ത് കൊടുക്കാം. മൊത്തം ഒരുമിച്ച് ഇടരുത്. ആദ്യം കുറച്ച് ചേർത്ത് കൊടുക്കാം. ഇളക്കിയതിന് ശേഷം വീണ്ടും കുറച്ചുകൂടെ ചേർത്ത് ഇളക്കി കൊടുക്കാം. കുറേശ്ശെ ഇളക്കിയിട്ട് കൊടുക്കാം. നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കണം. കൈവിടാതെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. ഇതിൻ്റെ വെള്ളമൊക്കെ വറ്റി വരുന്നുണ്ട്. കുറച്ച് കുറുകിയിട്ടുണ്ട്. വീണ്ടും നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. ഇതിൻ്റെ വെള്ളം നല്ലതുപോലെ വറ്റി നന്നായിട്ട് കുറുകി കിട്ടണം. അതാണ് അതിൻ്റെ പരുവം. ഈ സമയം നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. വീണ്ടും കുറച്ചുകൂടെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. വെള്ളമൊക്കെ കുറഞ്ഞിട്ടുണ്ട്. ഇതുപോലെ തവയിൽ നിന്നും വിട്ടു വരുന്നുണ്ട്. വീണ്ടും കുറച്ച് സമയം കൂടെ നമുക്ക് നല്ലതായിട്ട് ഇളക്കിയിട്ട് കൊടുക്കാം. കാരണം ഇതിൻ്റെ വെള്ളമൊക്കെ വറ്റി ഇതുപോലെ കട്ടിയായി കിട്ടണം. നന്നായിട്ട് വെള്ളം പറ്റി കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ ഇളക്കിയിട്ട് കൊടുത്തുകൊണ്ടിരിക്കാം. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇത് എണ്ണ തേച്ച് വെച്ചിരിക്കുന്ന ഒരു പാത്രമാണ്. ആ പാത്രത്തിലേക്ക് നമുക്ക് ഇത് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഒന്ന് ഇത് നിരത്തി കൊടുക്കാം. നന്നായിട്ടൊന്ന് നിരത്തി ലെവൽ ചെയ്ത് കൊടുക്കാം. ഇനിയും വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സും കൂടി ഇട്ട് കൊടുക്കാം. വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇനിയും ചെയ്യേണ്ടത് ഇതൊന്ന് തണുക്കാൻ വേണ്ടി വെക്കണം. നല്ലതുപോലെ തണുത്ത് കഴിഞ്ഞതിന് ശേഷം ഒരു 10 മിനിറ്റ് നേരം ഫ്രിഡ്ജിൽ വെക്കാം. 10 മിനിറ്റ് നേരം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചതിന് ശേഷം നമുക്കിത് മുറിച്ചെടുക്കാവുന്നതാണ്. നമ്മളിത് 10 മിനിറ്റ് നേരം ഫ്രിഡ്ജിൽ വെച്ചു. ഇനി ഇതൊന്ന് മുറിച്ചെടുക്കാം. നല്ല സോഫ്റ്റായിട്ടാണ് നമുക്ക് ഇത് കിട്ടിയിരിക്കുന്നത്.
നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുകയും ചെയ്യണം. വീണ്ടും അടുത്ത നല്ലൊരു വീഡിയോയുമായി വരുന്നതായിരിക്കും. അപ്പോൾ നമ്മളിത് കട്ട് ചെയ്തെടുത്തു. നല്ല ടേസ്റ്റാണ്.